ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാക്കാണ്, ഹാൻഡ് പാക്കാണ്. സോഫ്റ്റ് ഹാൻഡിന് വേണ്ടിയിട്ട്, നമ്മുടെ സോഫ്റ്റ് കൈകൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കൈയും കൂടെ നമ്മൾ സംരക്ഷിക്കണം. നമ്മുടെ സോഫ്റ്റ് കൈക്ക് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഒരു നല്ല അടിപൊളി പാക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ബേബി സോഫ്റ്റ് ഹാൻഡ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ കൈ ഇപ്പോൾ അത്യാവശ്യം നല്ല ടോർച്ചറിൽ കൂടിയാണ് കടന്നു പോകുന്നത്. സോപ്പ് പൊടിയായിട്ടാണെങ്കിലും ഡിഷ് വാഷറായിട്ടാണെങ്കിലും എന്താ പറയുക, സാനിറ്റൈസേഴ്സ്, കൈ ഇങ്ങനെ വാഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാം പുറത്ത് പോയിട്ട് വരുമ്പോൾ കുളിക്കുക അല്ലെങ്കിൽ വാഷ് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം നല്ല ടോർച്ചറിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പലപ്പോഴും നമ്മൾ ഈ കൈയുടെ കാര്യം അങ്ങ് മറന്നു പോകും. എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് സോപ്പിട്ട് കൈ കഴുകിയിട്ട് മോയ്സ്ചറൈസറൊക്കെ തേക്കാൻ മറന്നു പോകും. പിന്നെ അങ്ങ് ഭയങ്കരമായിട്ടും വരളുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കയ്യിൽ മോയ്സ്ചറൈസറൊക്കെ തേക്കും, നല്ല എണ്ണ തേക്കും, നല്ല എന്തെങ്കിലും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ കൈ പെട്ടെന്ന് ചുളിവുകളൊക്കെ വീഴാനുള്ള സാധ്യതകളുണ്ട്, പ്രത്യേകിച്ച് പെൺപിള്ളേരുടെ കൈക്ക്. അപ്പോൾ അതൊക്കെ അതിൽ നിന്നൊക്കെ ഒരു എന്താ പറയുക, ഒരു വിമോചനം എന്ന നിലയിൽ നമുക്കൊരു അടിപൊളി പാക്ക് ഉണ്ടാക്കിയെടുക്കാം മാസത്തിലൊരിക്കൽ. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക കേട്ടോ. സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളൊരു സാധനം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് വെള്ളം കുടിക്കുക. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ്, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാവും ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നത്, എത്ര മിനിറ്റ് വേണ്ടി വരും അപ്ലൈ ചെയ്യാൻ? 10 മിനിറ്റ് മതി കേട്ടോ. 10 മിനിറ്റ്, ഒരു മാസത്തിൽ ഒരു 10 മിനിറ്റ് നമ്മുടെ കൈക്കും കാലിനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം നമുക്ക്. അങ്ങനെ നമുക്ക് ഇത് വീഡിയോ കണ്ടിട്ട് വന്നാലോ? അപ്പോൾ നമുക്ക് പോവാം. ഹലോ, അപ്പം നല്ല അടിപൊളി പാക്കിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്ന് നോക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. നോർമൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടി. ഒരു പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പഴം മുഴുവനും വേണ്ട, നമുക്കൊരു ഹാഫ് പഴം മതി, ഇത്തിരി വലിയ പഴമാണല്ലോ. നേന്ത്രക്കായ ഒഴിച്ചാൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഏത്തക്കായ ഒഴിച്ചിട്ട് ബാക്കി എന്ത് പഴം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, അതിന് കുഴപ്പമില്ല. ഞാനിതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ. ചെറിയ പഴമാണെങ്കിൽ ആ ഫുൾ പഴം എടുത്തോളൂ. ഹാഫ് ലെമൺ വേണം നമുക്ക്, നാരങ്ങ, അര നാരങ്ങ. പിന്നെ തേൻ വേണം, ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ തേൻ വേണം. ഞാനിപ്പോൾ ഇതിങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കുപ്പിക്കകത്തിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, തേൻ ഏതായാലും വിഷയമില്ല. ഒലിവ് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, 2 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ വേണം. ഒലിവ് ഓയിൽ ഓർ കോക്കനട്ട് ഓയിൽ ഏതായാലും കുഴപ്പമില്ല, രണ്ടും നല്ല മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി ഉള്ളതാണ്. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമുക്ക് ഈ ബനാന ഒന്ന് നന്നായിട്ടൊന്ന്, ഈ പഴം ഒന്ന് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ഉടച്ചുകൊണ്ട് വരാം ഞാൻ കേട്ടോ. അപ്പം നമ്മുടെ സ്റ്റെപ്പ് 1 ആയ ബനാന നന്നായിട്ട് ഞാൻ, അല്ലെങ്കിൽ പഴം നന്നായിട്ട് ഞാൻ മാഷ് ചെയ്ത് നല്ലപോലെ ആക്കി വെച്ചിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളമോ അല്ലെങ്കിൽ പാലൊഴിച്ച് കൊടുക്കുക. പാലായിരിക്കും ബെറ്റർ. നമ്മൾ പാക്കൊക്കെ ഉപയോഗിക്കുമ്പം പാലാണ് നല്ലത്. അപ്പോൾ ഒരു ശകലം പാൽ, ഒരു 1/2 ടേബിൾ സ്പൂണോളം പാൽ ഇതിനകത്തിലേക്ക് ഒഴിച്ച് കൊടുത്താൽ നല്ലപോലെ കട്ടയില്ലാണ്ട് കിട്ടും. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഒരു 2 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ടേബിൾ സ്പൂൺ എന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ എൻ്റെ ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. ഒലിവ് ഓയിലോ കോക്കനട്ട് ഓയിലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് നിങ്ങൾക്ക് ഏതാണ് കുറച്ചുകൂടെ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ചുകൊള്ളുക. അപ്പം ഒലിവ് ഓയിൽ ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുത്തു. അര നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുകയാണ്. ഈ നാരങ്ങ ഒരു നല്ല പ്രോപ്പർട്ടി, എന്താ പറയുക, നല്ലതായിട്ട് നമ്മുടെ കൈ മോയ്സ്ചറൈസ് ചെയ്യാനും ഒരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടിയാണ് ആക്ച്വലി നാരങ്ങയ്ക്കുള്ളത്. അപ്പോൾ അത് ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഇട്ടിട്ട് അതിന് ശേഷം ഒന്ന് ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബൈൻഡിങ് ആണ് കേട്ടോ. ബൈൻഡിങ് ഏജൻ്റാണ് നമ്മുടെ ഗോതമ്പ് പൊടി എന്ന് പറയുന്നത്. പിന്നെ നല്ല ഗോതമ്പ് പൊടിയൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ കിട്ടാനില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഒലിവ് ഓയിൽ പോലെ തന്നെ മോയ്സ്ചറൈസിങ് ഇതാണ് നമ്മുടെ ഹണി എന്ന് പറയുന്നത്. അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ അതും ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മാഷ്ഡ് ബനാനയും കൂടെ ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാനയും കൂടെ ഇതിൻ്റെ അകത്തിൽ ഒഴിവാക്കാൻ പറ്റുന്നത്, എന്താ പറയുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. അതായത് നമുക്ക് ഇതിന് പകരം ഒലിവ് ഓയിലിന് പകരം കോക്കനട്ട് ഓയിൽ എടുക്കാം എന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു പാക്കിൻ്റെ രൂപത്തിലാക്കി വേണ്ട മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം എന്താ പറയുക, ഈ നമ്മൾ വീട്ടിൽ ബോണ്ടയൊക്കെ ഉണ്ടാക്കത്തില്ലേ, ബോണ്ട ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതിൻ്റെ ഒരു നല്ല ഇത് വരുന്നുണ്ട്. ബോണ്ടയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് തോന്നുന്നില്ലേ ഇങ്ങനെ. എനിവേ അതുണ്ടാക്കുമ്പോഴാണ് ആക്ച്വലി ആ ഒരു മണമാണ് വരുന്നത് കേട്ടോ.
അപ്പം ഈ പാക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കത് കയ്യിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് തിക്കാകുകയാണെങ്കിൽ, ഈ പാക്ക് തിക്കാകുകയാണെങ്കിൽ ഒരു ശകലം എന്താ പറയുക, വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിനേക്കാളും നല്ലത്, കുറച്ചുകൂടെ നല്ലത് എനിക്ക് തോന്നുന്നു പാലൊഴിച്ച് കൊടുക്കുന്നതായിരിക്കും. തിക്കാവുകയാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം ഈ തിക്നെസ് വേണം, കയ്യിലൊന്ന് നല്ലതുപോലെ ഉണങ്ങി ഒക്കെ പറ്റിയൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 2ലേക്ക് കിടക്കാം നമുക്ക്. ഒരു 10 മിനിറ്റ് എന്താ പറയുന്നത്, മാസത്തിൽ ഒരിക്കലും ഒരു 10 മിനിറ്റ് കൈക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ഒരു 2 തൊട്ട് 3 ലിറ്റർ വരെയൊക്കെ വെള്ളം കുടിക്കുക. അത് സ്കിന്നിന് വളരെ, സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിക്കൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കട്ടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കൈയൊക്കെ കഴുകിയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഒരു മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി കേട്ടോ. എല്ലാ ദിവസവും ചെയ്യാനോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാനോ ഒന്നും ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരത്തില്ല. പക്ഷേ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളിങ്ങനെ കാര്യങ്ങൾ ചെയ്യണം. കൈക്ക് വേണ്ടിയിട്ട് നമ്മൾ മുഖമൊക്കെ നന്നായിട്ട് സൂക്ഷിക്കും, എന്തെങ്കിലുമൊക്കെ വാരി പുരട്ടും, ക്രീമോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ലോഷനോ എന്തെങ്കിലുമൊക്കെ പുരട്ടും. പക്ഷെ കൈയും കാലും ഒക്കെ നമ്മളങ്ങ് ഉപേക്ഷിക്കും, പാടെ അങ്ങ് ഉപേക്ഷിക്കും, കഴുത്തും. അങ്ങനെ ചെയ്യാതെ ഇത് മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. എല്ലാ ദിവസവും ചെയ്യണമെന്നും ഞാൻ പറയത്തില്ല. വളരെ നല്ല ഇഫക്റ്റീവായിട്ടുള്ള പാക്കാണ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇതാണ് കേട്ടോ ബിഫോർ കൈ. ബിഫോർ ആൻഡ് ആഫ്റ്റർ കൈ ഇടാൻ പറ്റത്തില്ലല്ലോ. ഇതാണ് ബിഫോർ കൈ. ഇതിൽ ഞാൻ പുരട്ടാൻ പോവാണ്. വേണ്ട, അപ്പോൾ ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ വേണ്ട ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും കൈ ഇങ്ങനെ ആയിട്ടുണ്ട്, പ്ലാസ്റ്റർ ഇട്ട പോലെ ഉണ്ട് കൈ. പക്ഷേ ഇത് ഡ്രൈ ആവത്തില്ല കേട്ടോ. ഈ പാക്ക് ഡ്രൈ ആവത്തില്ല, കാരണം മോയ്സ്ചറൈസിങ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളാണ് നമ്മൾ ഇട്ടിരിക്കുന്ന. ബനാന ആയാലും ഹണി ആയാലും ഒലിവ് ഓയിൽ ആയാലും ഒക്കെ. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും ഡ്രൈ ആവത്തില്ല. അപ്പം ഇതിങ്ങനെ തന്നെ നിൽക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയേച്ചും വരാമേ. അപ്പോൾ വേണ്ട എൻ്റെ കൈ ഞാൻ കഴുകി നോക്കിക്കേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, പിടിക്കാനൊക്കെ നല്ല സുഖമുണ്ട് കേട്ടോ. നല്ല ബേബി സോഫ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ നല്ല അടിപൊളിയായിട്ടുണ്ട് കൈ കണ്ടാ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പാക്ക് ഉണ്ടാക്കി നോക്കുക, ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്നോട് പറയുക. വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രത്യേകിച്ചും കൈയൊക്കെ യങ്ങായിട്ടിരിക്കുന്ന ആൾക്കാർ ഭാഗ്യവാന്മാരാണ്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ കൈക്കുമൊക്കെ നല്ലൊരു സംരക്ഷണം കൊടുക്കാനായിട്ട് നമുക്ക് മാക്സിമം ശ്രമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ടേക്ക് കെയർ, ബൈ ബൈ.